നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭർത്തേട്ടന് ഇപ്പൊ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നല്ലൊരു പണക്കാരനാവണം. അതിപ്പോ ആവുകയും ചെയ്തു. ഇനി നിന്റെ കാര്യത്തിലാവും ഭാവനയുടെ പേടി. എന്റെ കാര്യത്തിൽ ചേച്ചിക്ക് പേടി വരേണ്ട ഒരു കാര്യമില്ല മായേച്ചി. ഞാൻ എന്തായാലും ഭാവനേച്ചി ചതിക്കില്ല. പറയുന്നോണ്ടൊന്നും തോന്നരുത്. നീയും കൂടെ അങ്ങനെ വല്ലതും ചെയ്താ ഭാവന ഹൃദയം പൊട്ടി മരിക്കും. അത്രമാത്രം പ്രതീക്ഷയാ നിന്നിൽ അവൾ അർപ്പിച്ചിരിക്കുന്നത്. ആ വിശ്വാസം നീ ഒരിക്കലും ഇല്ലാതാക്കരുത്. ഇല്ല മായേച്ചി, ഒരു വലിയ ദുരന്തത്തിൽ നിന്നാ ഭാവനേച്ചി സ്വന്തം ജീവിതം പണയം വെച്ച് എന്നെ രക്ഷപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ ആ ധ്രുവന്റെ കേസിൽ ഞാനിപ്പോ ജയിലിൽ കിടക്കേണ്ടവളായിരുന്നു. അതുകൊണ്ട് മരിച്ചാലും മറക്കാനൊക്കില്ല. മതി, ഈ തിരിച്ചറിവ് നിനക്കുണ്ടായാൽ മതി. ചേച്ചി, എന്നാ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. നീ പോയി റെഡിയായിട്ട് നിൽക്ക്, ഞാനിപ്പോൾ റെഡിയായിട്ട് വരാം. ആ ശരി. അമ്മേ, നീ വെറുതെ കിടന്ന് കയറ് പൊട്ടിക്കണ്ട. ഭരത്തിനെ വിളിച്ചോണ്ടത് വേറെ ആരുമല്ല, അധികാരപ്പെട്ടവള് തന്നെയാ. ഭരത് സ്വയം പോയതല്ലോ. ഇന്റർവ്യൂവിനുള്ള ലെറ്റർ കൈക്കലാക്കിയിട്ട് ഭാവന അവനെ കൊണ്ടുപോയതല്ലേ. എങ്ങനെയായാലും അവനെ കൊണ്ടുപോയത് വേറെ എവിടത്തേക്കല്ലോ, സ്വന്തം അമ്മയുടെ അടുത്തേക്കല്ലേ. അമ്മ വെറുതെ ഭരത്തേട്ടനെ വെച്ച് അവരോടുള്ള പ്രതികാരം ചെയ്യരുത്. അമ്മയ്ക്കത് നല്ലതിനല്ല. നീ അങ്ങനെ ഇപ്പൊ നല്ലതും ചീത്തയും തീരുമാനിക്കണ്ട. എനിക്കറിയാം എവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. ഓ, അപ്പൊ പലതും മനസ്സിൽ കണക്ക് കൂട്ടിയാണല്ലേ അമ്മ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത്? അതേടി, പലതും കണക്ക് കൂട്ടി തന്നെയാ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്തായാലും നീ അവന്റെ കൂടെ ചാടിപ്പോയി. ആ, എന്നാ പിന്നെ അവനെ തന്നെ അവന്റെ വീട്ടുകാരുടെ ശത്രുവാക്കുന്നതല്ലേ ബുദ്ധി. അച്ഛ ഇത് കേട്ടോ വെച്ചാ? എത്രമാത്രം നീചമാണ് അമ്മയുടെ മനസ്സ്. ദൈവം പോലും അമ്മയുടെ പൊറുക്കില്ലമ്മേ. അമ്മേ, നീ ഇപ്പോഴും മലർന്നു കിടന്ന് തുപ്പുക, അത് നീ മറക്കരുത്. അതെ, അങ്ങനെ തന്നെ ആണെന്ന് കൂട്ടിക്കോ. വേറെ ആരെങ്കിലും ഞാൻ സഹായത്തിന് വിളിച്ചോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ നീ സഹായത്തിന് വിളിക്കും, എന്റെ പട്ടി വരും സഹായത്തിന്. ആ, ദേ വന്നല്ലോ നിന്റെ സഹായത്തിന് ആള്. ഇനി ഞാൻ ഇവിടെ നിന്നാലേ ശരിയാവില്ല. അങ്ങനെ അങ്ങ് പോവല്ലിയ. താൻ അളിയാന്ന് വിളിക്കണ്ട. ചതിയും മഞ്ചരിയും കൊണ്ടു നടക്കുന്നവരൊന്നും അളിയാന്ന് വിളിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഞാൻ അതിന് ഒരു തെറ്റ് ചെയ്തിട്ടില്ല അളിയ. ഒക്കെ എന്നെ കൊടുക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കിയ കള്ളക്കഥകളാ. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കോടതി എനിക്കിപ്പോ ജാമ്യം തന്നിരിക്കുന്നത്. തന്നെ പോലുള്ള ഒരു ക്രിമിനലിന് ജാമ്യം കിട്ടാനുണ്ടോ പ്രയാസം? അളിയ, സൂക്ഷിച്ച് സംസാരിക്കണം. അച്ഛാ, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല അച്ഛാ. ഞാനിപ്പോ വരാം. നീ എവിടെ പോന്നു? ഞാൻ ഭരത്തേട്ടന്റെ വീട് വരെ ഒന്ന് പോവാ. എനിക്ക് അവരോടൊക്കെ ഒന്ന് സോറി പറയണം. നീ അങ്ങനെ ഇപ്പൊ ഒരിടത്തും പോണ്ട. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ സോറി പറയാൻ പോകുന്നേ? ഭരത്തേട്ടന് ഇന്റർവ്യൂവിനുള്ള ലെറ്റർ വന്നത് എനിക്കെങ്കിലും അവരോടൊന്ന് പറയാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ലല്ലോ. അപ്പോ ഞാൻ തന്നെ ആ വിവരം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം നടക്കില്ലായിരുന്നു. ഭരത്തിനോട് പറയാതെ നീ അവിടേക്ക് പോണ്ട കാര്യമില്ല. ഭരത്തിനെ ഇവിടെ നീ ഇവിടെ കയറ്റിയതാണമ്പേ നീ ചെയ്ത തെറ്റ്. അതെ ഏട്ടാ, എന്നെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ ഒരിക്കലും രണ്ടിനെ കാണാൻ പോവാൻ പാടില്ലായിരുന്നു. മോളെ, നീ പോയിട്ട് വാ. നിന്റെ അമ്മ ഇങ്ങനെ പലതും പറയും. അവസാനം ചുറ്റലിൽ ശത്രുക്കൾ മാത്രമേ കാണൂ. ഞാൻ പോയിട്ട് വരാച്ച. അരുന്ധതി നിന്നോടാ പറഞ്ഞത് പോരുതെന്ന്. ആദ്യം നീ അനുസരണം പഠിക്ക്, എന്നിട്ട് മക്കളോട് ആജ്ഞാപിക്കും. അമ്പേ, സംഭവം മാറി മറിയാണല്ലോ. അതെ ഏട്ടാ, ഭാവന ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നനഞ്ഞില്ലേ, ഇനി കുളിച്ചിനെ കയറാൻ നോക്കൂ.
അളിയനൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ ആര് മൈൻഡ് ചെയ്യുന്നു? ഇപ്പൊ എനിക്ക് ഏട്ടൻ കൂടെ ഉണ്ടെന്നുള്ള ആശ്വാസം മാത്രമേ ഉള്ളൂ. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക. ശ്രീപ്രിയ മൂളം കൂടി ഒന്ന് പുറത്തു വന്നിരുന്നുവെങ്കിൽ എനിക്കൊന്ന് മനസ്സമാധാനത്തോടെ നിൽക്കാമായിരുന്നു. ഞാൻ DYSP അവരെ വിളിച്ചു നോക്കിയേട്ടാ. മയക്കുമരുന്നല്ലേ കേസ്, അതാ പ്രശ്നം. നീ ശ്രമിച്ചാൽ നടക്കുമ്പേ നിന്റെ ബന്ധങ്ങൾ വെച്ച് ഉറപ്പായിട്ട് നടക്കും. ശ്രമിക്കേട്ടാ, സമാധാനപ്പെട്. ഞാൻ പോണ്ടാന്ന് പറഞ്ഞിട്ടും അരുന്ധതി പറഞ്ഞ കേൾക്കാത്തോണ്ടും എന്റെ പെരുവരലിൽ ഇങ്ങനെ കലി കയറി നിൽക്കുക. നീ വിഷമിക്കാതെ, ഭരത് ഇന്റർവ്യൂ കഴിഞ്ഞ് വരുമല്ലോ. ഇക്കാര്യം അല്പം അങ്ങ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാ മതി. അവള് പോയാലും ഭരത് വിളിച്ചോണ്ട് വരും. അത് മതി. ഒന്നുകൂടി അവൻ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കട്ടെ, ബാക്കി ഞാൻ നോക്കിക്കോളാം. കഴിയുന്നതും നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ഇനി ഒരു കാര്യവും പ്ലാൻ ചെയ്യരുത്. അറിയാലോ, നീർക്കോലി കളിച്ചാലും മതി അത്താഴം മുടങ്ങാൻ. ഇനി ഞാൻ നോക്കിക്കോളാം ഏട്ടാ. ഏട്ടാ വന്നേ. നീ നോക്കിക്കോമ്പേ, എന്നെ ഇങ്ങനെ ആക്കിയതിന് ഞാൻ നിനക്കൊപ്പം നിന്ന് തന്നെ പക വീട്ടും. അല്ലാതെ ഞാൻ അടങ്ങില്ല. സൂര്യ, ഇനി ചിലപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നില്ലെന്നും വരാം. ആന്റി എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത്? ഇപ്പൊ സംസാരിക്കാനുള്ളത് ഇപ്പൊ സംസാരിക്കണം ഭാവനെ. മനുഷ്യന്റെ കാര്യമല്ലേ. ഈ വീട്ടിലേക്ക് ഇനി ഒരു തിരിച്ചു വരവ് അസാധ്യമാണെന്നൊരു തോന്നല്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ജയ, ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഇറങ്ങാൻ നോക്ക്. വെറുതെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കാതെ. ആരും വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ദേവേട്ട. എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. എന്നാൽ എന്റെ മനസ്സിൽ തോന്നി ഞാൻ അമ്മയോട് പറയട്ടെ. അമ്മ പഴയതിലും പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ഈ വീട്ടിലേക്ക് മടങ്ങി വരും. അപ്പോഴേക്കും ഈ വീട് ആണുങ്ങളുടെ പേരിലിരിക്കും. ഒന്ന് പതുക്കെ പറ ചേട്ടാ, അവരെ കേൾക്കൂലേ. അതെ ആന്റി, ആന്റി ധൈര്യമായിട്ട് പോയിട്ട് വാ. ആന്റിക്ക് എപ്പോഴും മനസ്സിന്റെ ചാഞ്ചാട്ടം മാറിയിട്ടില്ല സൂര്യ. ഇന്നലെ എന്നോട് കുറെ കരഞ്ഞു. എന്തിന്? എന്തിനാ അമ്മയെ കരഞ്ഞത്? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്വപ്നം ഉണ്ടടാ. അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവോ? ജയ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. എനിക്കറിയാം ദേവേട്ട. ദേവേട്ടന് മാത്രമല്ല, ഭാവനയ്ക്കും സൂര്യയ്ക്കും അത് മനസ്സിലായി. കാരണം ഞാനൊരൊറ്റ ആഗ്രഹം പറഞ്ഞിട്ടുള്ളൂ. ഭാവന, എന്റെ ആഗ്രഹം നിറവേറാൻ നീ വിചാരിച്ചാലേ നടക്കൂ. എത്രയും വേഗം ഒരു മുത്തശ്ശിയാകാനുള്ള ഭാഗ്യം എനിക്ക് നിങ്ങൾ തരണം. എന്നാലേ എന്റെ ഈ ഭൂമിയിലെ ജീവിതം പൂർണ്ണമാവും. നീ വാ. ഈശ്വരൻ കഴിഞ്ഞാല് നിനക്കൊരു മുത്തശ്ശിയാവാൻ അധികം സമയമൊന്നും വേണ്ട. ഈശ്വരനെ വെറുതെ പഴി പറയേണ്ട ദേവേട്ട. ഇവിടെ സൂര്യയും ഭാവനയും വേണം മനസ്സ് വെക്കാൻ. എങ്കിലേ എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. വാ, ആന്റി വാ.